കേസ് 2 ദിവസമായല്ലോ. സാബു എന്ന് പറയുന്ന നിക്ഷേപകൻ ബാങ്കിൽ നിന്ന് യഥാസമയം പണം ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അതിന്റെ വഴിക്ക് നീങ്ങുന്നെന്ന് അറിയാം. പക്ഷേ ഏത് രീതിയിലായിരിക്കും ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക? സർക്കാർ മരണപ്പെട്ട കുടുംബത്തോടൊപ്പം ആയിരിക്കും, അവരുടെ ആശ്രിതരോടൊപ്പം ആയിരിക്കും. കൃത്യമായി അവർക്ക് കിട്ടാനുള്ള പണം കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ ഇതിനോടകം തന്നെ ജോയിന്റ് രജിസ്ട്രാർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. 1-2 ദിവസത്തേക്കകം അത് കൊടുത്തിരിക്കും. മറ്റ് നിയമാനുസൃതമുള്ള നടപടികൾ പോലീസ് അന്വേഷിച്ച് ഈ കാര്യത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്ന നിർദ്ദേശവും പോലീസിന് കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ അന്വേഷണവും നടപടി ഉണ്ടാവും. അതെ, അല്ല, എന്തുണ്ടെങ്കിലും അന്വേഷിക്കട്ടെ. നമുക്ക് അന്വേഷണത്തിലൂടെ, അതുകൊണ്ടാണ് പോലീസ് അല്ല, അത് കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നു. ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ SP നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ടീം അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ഏതെല്ലാം വിഷയം ഉണ്ടെങ്കിലും ആ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. ഈ സഹകരണ മേഖലയിലെ പ്രതിസന്ധി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രകോപനപരമായ സംസാരം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നലുണ്ടോ? വേറെ എവിടെയും പ്രശ്നങ്ങളില്ലല്ലോ. ഇവിടെ ഉണ്ടായ വിഷയം അദ്ദേഹത്തിന് 90 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ 12 ലക്ഷം രൂപ ഒഴിച്ച് ബാക്കി മുഴുവൻ കൊടുത്തു കഴിഞ്ഞിരുന്നു. ഇനി അവശേഷിക്കുന്ന 12 ലക്ഷം രൂപയേ ഉള്ളൂ. അതിന് വന്നപ്പോൾ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് മോശമായ പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറഞ്ഞതായി പോലീസ് പറയുന്നത്. എന്താണോ അത് വസ്തുതയെന്ന് അന്വേഷിച്ച് കണ്ടെത്തി കുറ്റക്കാരുടെ പേരിൽ നിയമാനുസൃതമുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്. അത് SP ചുമതലപ്പെടുത്തി SP പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷിക്കുന്നുണ്ട്. റിപ്പോർട്ട് വരട്ടെ, അതിനനുസരിച്ച് ഒന്ന് പറയട്ടെ, കേസ് എടുക്കട്ടെ, അതിൻ്റെ അന്വേഷണവും ബാക്കിക്കാരും. ഒപ്പം ആ കുടുംബത്തിനുണ്ടായ വിഷമത്തിലും വേദനയിലും ഗവൺമെൻറ് കൃത്യമായി പങ്കുചേരുന്നു. അവർക്ക് കൊടുക്കാനുള്ള പണം കൃത്യമായി കൊടുപ്പിക്കും. കുറ്റക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കും. അങ്ങനെ ജില്ലയിലുണ്ട്. ഈ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനം എടുക്കുന്നുണ്ട്? ഇന്നങ്ങ് ജില്ലയിലുണ്ടല്ലോ. ഇല്ല, ഞങ്ങൾക്കിപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ അദാലത്താണ് നേരത്തെ തീരുമാനിച്ച. ഇവിടെയും അതുപോലെ തന്നെ ഇടുക്കിയിലുമാണ് അദാലത്ത് പരിപാടി. അവിടുത്തെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. നിശ്ചയം കുടുംബത്തിന് എപ്പോഴും കുടുംബത്തോടൊപ്പമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ബാങ്ക് അല്ലത്, അതൊരു റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ്. ബാങ്ക് യഥാർത്ഥത്തിൽ ബാങ്കിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീഡിങ്സോ അവരതനുസരിച്ച് മറ്റതിന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായിട്ടുള്ള അഫിലിയേഷനോ ഒന്നും ആ സ്ഥാപനത്തിലുള്ളതായിട്ട് ഇതുവരെ റിപ്പോർട്ട് വന്നില്ല. എല്ലാം പരിശോധിക്കാൻ പറഞ്ഞു. ഇതൊരു റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി മാത്രമാണ്. ഏതെങ്കിലും രീതിയിൽ ഈ ഭീഷണി മുഴക്കിയതായിട്ട് CPM മുൻ ഏരിയ സെക്രട്ടറിയാണ്, ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. ഏതെങ്കിലും രീതിയിൽ ഭീഷണി അതിനകത്തുണ്ട്, അതൊരു ആത്മഹത്യാ പ്രേരണയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ടെന്നൊരു കണ്ടെത്തലുണ്ടായാൽ അദ്ദേഹത്തോടുള്ള പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും? കൃത്യമായി ആ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആരെയും സംരക്ഷിക്കുന്ന പാർട്ടിയല്ല ഈ പാർട്ടി. എവിടെയെങ്കിലും പിശകുണ്ടായാൽ ആ പിശക് തിരുത്താനും അതിനാവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു പോകുന്നു. അത് അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കും.